പ്രേമാനന്ദ, തൻ്റെ ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞു. ഓർഡർ വന്നിട്ടുണ്ട്. ഈ 30-ന് തൻ്റെ റിലീസാ. എന്താ, സന്തോഷമായില്ലേ? സ്വാമിജി, ഒരു കുട്ടി കാണാമെന്നുണ്ട്. ഞാൻ ഇതാ വരുന്നു, ഇരിക്കാൻ പറയും. ഉവ്വ്. നമസ്കാരം സ്വാമിജി. നമസ്കാരം. എന്റെ പേര് രാധിക. ആയുർവേദത്തിൽ റിസർച്ച് ചെയ്യുന്നൊരു സ്റ്റുഡന്റ് ആണ്. വെരി ഗുഡ്. ഇവിടുന്ന് എന്തെങ്കിലും സഹായം? തീർച്ചയായും. ഞാൻ താങ്കളെക്കുറിച്ച് വളരെയധികം കേട്ടിട്ടുണ്ട്. ആയുർവേദ ചികിത്സയും ഈശ്വര പ്രാർത്ഥനയും ഒരുമിപ്പിച്ചിട്ടുള്ള താങ്കളുടെ ചികിത്സാരീതിയാണ് എന്നെ ഇവിടേക്ക് ആകർഷിച്ചത്. എല്ലാം അവിടുന്ന് നിശ്ചയിക്കപ്പെടുന്ന കാര്യങ്ങളാ. പിന്നെ ശ്രമങ്ങളും രണ്ടും കൂടിയാവുമ്പോൾ ഈശ്വര കാരുണ്യത്താൽ പലതും ചെയ്യാൻ കഴിയുന്നു. എനിക്കിവിടെ താമസിച്ച് ഒത്തിരി കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ട്. സന്തോഷേ ഉള്ളൂ. പക്ഷേ ഇത് കോളേജല്ല, ഹോസ്പിറ്റലാണ്. അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ എല്ലാം അങ്ങ് നിശ്ചയിക്കും പോലെ നടന്നോളാം. നകുല, ഈ കുട്ടിക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കൂ. മോൾ ഉദ്ദേശിക്കുന്നത് പോലെ നിസാരനല്ല അദ്ദേഹം. ജ്ഞാനിയാണ്. പിന്നെ സിദ്ധിയും പാണ്ഡിത്യവും. സൂക്ഷിക്കണം. മമ്മി കൊടുത്ത വാക്ക് നീയായിട്ട് തെറ്റിക്കരുത്. തെറ്റിച്ച നിനക്കൊരിക്കലും... ഓഹോ, ദിലീപ് കുമാർ കൊള്ളാം. മിസ്റ്റർ യൂണിവേഴ്സ് ആവാനുള്ള എല്ലാ യോഗ്യത ഉണ്ടല്ലോ.
ഒഴിച്ചിൽ നടത്താൻ പ്രത്യേകിച്ച് വല്ല കാരണവും? ഏയ് ഒന്നുമില്ല, ശരീരം ഒന്ന് നന്നാക്കാനാ. അല്ലേ? ആയിക്കോട്ടെ, എന്താ ജോലിയാവോ? ഞാൻ പണ്ട് മിസ്റ്റർ കേരള ആയിരുന്നു. ഓ, പക്ഷേ ഇപ്പൊ കൊറേയായി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. എന്നാ ഈ കുപ്പായൊക്കെ അഴിച്ചു വെച്ച് സാറാ പാത്തിലോട്ട് കിടന്നോളൂ. ദാ വരുന്നു. താൻ പെട്ടെന്നാണ് വരണം. തന്നോടുള്ളത് മുഴുവൻ അഴിച്ചു മാറ്റാൻ പറഞ്ഞത്. താനാണോട് ഈ മിസ്റ്റർ കേരള എന്ന് പറഞ്ഞത്? തന്നെ കണ്ടിട്ട് ഈ കപ്പയ്ക്ക് വള്ളിക്ക് കോലൂത്താൻ പോലും തയ്യല്ലല്ലോടോ. താൻ എന്നെ പരിഹസിക്കരുതേ, ഞാനിപ്പ ഡയറ്റിലാ. ആന്നോ? സാറൊന്ന് തിരിഞ്ഞു നിന്നേ. ശംഭോ മഹാദേവ, തന്നെയൊക്കെ ചവിട്ടി ഒഴിഞ്ഞാലേ എന്റെ കാലിൽ എല്ല് കയറും. അല്ലെങ്കിൽ ഞാനൊരു ആണിക്കാലനാ. വല്ലേ, നില്ലേ നില്ലേ നില്ലേ. എന്നെ നകുലണ്ണ, എന്താ നിന്റെ നടത്തത്തിനൊരു സ്പീഡ്? വൈദ്യനാണെങ്കിലും ഞാനൊരു ആണിക്കാരനല്ലേ, നടന്നെത്തണ്ടേ? ആമാ, ഇപ്പൊ എതുക്ക് കൂപ്പിട്ടെ? ഡോക്ടർ വരുതൊക്കെ മുന്നാടി അങ്കെ എത്തണം. അത് പറഞ്ഞപ്പോഴാ ഞാനതൊരു കാര്യം ഓർത്തത്. ഇന്നലെ എന്നാ നീ വരാഞ്ഞേ? നേരത്തിന് മരുന്ന് എത്തിക്കാത്തതുകൊണ്ട് ഡോക്ടർ വേറെ ആൾ നോക്കണമെന്ന് പറഞ്ഞു. എനിക്ക് ഭയമാർക്ക്. ആ ചെല്ലേ. അയ്യാ, എന്താ വള്ളി, പറഞ്ഞ സമയത്ത് മരുന്ന് കൊണ്ടുവരാൻ പറ്റില്ല നിനക്ക്? മലയടിവാരത്തില് ആന ഇருக்கு, അതിനാലെ മേലെ ഏറെ മുടിയില്ലയ്യാ. മേലെയും കീഴ് അതൊന്നും എനിക്കറിയണ്ട. കൃത്യസമയത്ത് മരുന്ന് എത്തിയില്ലെങ്കിൽ വേറെ ആളെ നോക്കേണ്ടി വരും. മലയ്ക്ക് മേലെ പോന അപ്പ വന്നാ മീതി മരുന്ന് എത്തിക്കലാമയ്യാ. ആ, ചെന്ന് മരുന്നെല്ലാം വേർതിരിച്ചു വെക്ക്. ശരിങ്കയ്യാ. ഹലോ, ഡോക്ടർ വാര്യർ സ്പീക്കിംഗ്. ശ്വേത, ഈ ആഴ്ച തന്നെ മെറ്റീരിയൽസ് എത്തിയിരിക്കണം. ഹെഡ് ഓഫീസിലേക്ക് ഇൻഫോം ചെയ്തോളൂ. ശരി സർ. ഈ ചെക്കൊന്ന് ഒപ്പിട്ട് തന്നാ നാളെ പേ ചെയ്യാമായിരുന്നു. റിട്ടേൺ ഫയൽസ് ഒക്കെ എനിക്കൊന്ന് കാണണം. നാളെ എത്തിക്കാം സർ. എന്നാ ശ്വേത പൊയ്ക്കോളൂ. ശരി സർ. എന്താ പേര്? സേതു. ചിത്രകാരനാണല്ലേ? അത്യാവശ്യം വരയ്ക്കും. എന്താ അസുഖം? എന്റെ അസ്ഥിക്കകത്ത് മജ്ജ ഇല്ലാതായിക്കൊണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് തളർന്നു വീഴും. എല്ലാം ശരിയാവും. ഈശ്വരനോട് നല്ലോണം പ്രാർത്ഥിക്കുക. നല്ല കൈപ്പുണ്യമുള്ള ആളുടെ അടുത്തല്ലേ വന്നിരിക്കുന്നത്. എന്നാ ഞാൻ പിന്നെ വരാം. നമസ്കാരം. നമസ്കാരം, കിടന്നോളൂ. ഇപ്പോൾ എങ്ങനെയുണ്ട്? ധാര തുടങ്ങിയ ശേഷം ആശ്വാസമുണ്ട്. ഘട്ടം ഘട്ടമായ ചികിത്സാരീതിയിലൂടെയേ പൂർണ്ണതയിലെത്താൻ കഴിയുള്ളൂ. പിന്നെ ഈശ്വര കടാക്ഷവും. സ്വാമിജി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? ഇവിടെ പുതിയ അപ്പോയിൻമെന്റ്സ് വല്ലതും നടന്നുണ്ടോ? ഇല്ല. ഒരു പെൺകുട്ടിയെ കണ്ടു. ഓ, രാധിക. ആ കുട്ടി ആയുർവേദത്തിന്റെ റിസർച്ചിനായി കുറച്ച് ദിവസം ഇവിടെ കാണും. ഞാൻ പറയുന്നതുകൊണ്ട് സ്വാമിജിക്കൊന്നും തോന്നരുത്.
എന്താ പറയൂ. ഇന്നലെ അർദ്ധരാത്രിയെ കാണും ആ കുട്ടി വരാന്തയിലൂടെ നടക്കുന്നത് കണ്ടു. ഞാൻ ശ്രദ്ധിക്കുന്നുവെന്ന് കണ്ടതും അവൾ അവിടെ നിന്നും പോയി. ഞാൻ ചോദിക്കാം. വിശ്വനാഥൻ വിശ്രമിച്ചോളൂ. ശരി. ആരാത്? ആരാന്ന്? ആരാ? ചോദിച്ചത് കേട്ടില്ലേ? ആരാ? രാധികയോ? എന്താ കുട്ടി ഈ നേരത്ത്? സ്വാമിജി ഒന്ന് കാണാൻ വന്നതാ. അകത്തേക്ക് വരൂ. രാത്രി നേരത്തെ ഈ കറക്കം ഇവിടെ അനുവദനീയമല്ല. ഇവിടെ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. ഞാനൊന്ന് ഇരുന്നോട്ടെ? പരിപാവനമായ ഈ സ്ഥലത്തിന്റെ പരിശുദ്ധിയൊക്കെ എനിക്കറിയാം. പക്ഷേ പലപ്പോഴും അത് മറന്നു പ്രവർത്തിച്ചിട്ടില്ലെന്നൊരു സംശയം. വന്നപ്പം മുതൽ ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നു. എന്താ നിന്റെ ഉദ്ദേശം? ഞാൻ വളച്ചു കെട്ടുന്നില്ല. കുറച്ചു കാലം മുമ്പ് ഇവിടെ ചികിത്സയ്ക്കെത്തിയ വർഗീസ് മാപ്പിളയും അദ്ദേഹത്തിന്റെ മകൾ റോസമ്മയും പ്രേമാനന്ദ സ്വാമിയിൽ ഓർക്കുന്നുണ്ടോ? എന്തായാലും ആ പാവം ഇന്ന് ജീവിച്ചിരിപ്പില്ല. അവരുടെ ആരാ നീ? എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. ഒരുപാട് സിദ്ധിയുള്ള ആരാധ്യപുരുഷനല്ലേ. ഞാൻ ആരാണെന്ന് നോക്കിച്ചൂടെ? ആരാ നീ? എന്താ നിന്റെ ഉദ്ദേശം? എന്റെ ഉദ്ദേശം അത് ഞാൻ സമയമാകുമ്പോ പറയാം. ഗുഡ് നൈറ്റ് സ്വാമിജി. നമസ്കാരം സ്വാമിജി. നമസ്കാരം. സ്വാമിജിയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നകുല ജോലി കഴിഞ്ഞില്ലേ? രാധിക അഡ്മിനിസ്ട്രേഷന്റെ കാര്യത്തിൽ വല്ലാതെ ഇൻവോൾവ് ആവുന്നുണ്ട്. ഞാൻ അറിയുന്നുണ്ട്. രാത്രി നേരത്തുള്ള ഒരു അബദ്ധസഞ്ചാരവും ചില ചോദ്യങ്ങളും നമ്മുടെ സ്ഥാപനത്തിലെ സൽപ്പേര് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. സ്വാമിജി ശ്രദ്ധിക്കണം. ഡോക്ടർ വിഷമിക്കേണ്ട, ഞാൻ ശ്രദ്ധിച്ചോളാം. നമസ്കാരം സ്വാമിജി. നമസ്കാരം. സേതുമാധവൻ ഇപ്പോഴെങ്ങനെയുണ്ട്? ശരീരം മുഴുവൻ വല്ലാത്ത വേദനയുണ്ട് സ്വാമിജി. ഡോക്ടർ ട്രീറ്റ്മെന്റ് ഒന്നും മാറ്റിയിട്ടില്ലല്ലോ? മുൻപ് ഒരു അലോപ്പതി പരീക്ഷിച്ചിട്ടുണ്ട്. കൂടെ ആൽക്കഹോളിക്കുമായിരുന്നല്ലോ. അതിന്റെ എഫക്റ്റ് കുറച്ചതിന് ശേഷമേ യഥാർത്ഥ ചികിത്സ ചെയ്യാൻ പറ്റൂ. സേതുമാധവൻ തളരരുത്. വേണ്ടതെല്ലാം ഞാൻ ഇവിടുന്ന് ചെയ്യാം. നല്ലതുപോലെ പ്രാർത്ഥിക്കുക. സേതുമാധവൻ ധാര നിശ്ചയിച്ചിട്ടുണ്ട്. നിങ്ങള് നകുലിനെ ചെന്ന് കണ്ടോളൂ. ശരി ശരി. ഡോക്ടർ, ഇയാളുടെ കാര്യത്തിന് എന്റെ മനസ്സിനൊരു ഉറപ്പ് കിട്ടുന്നില്ല. അവസാനഘട്ട പരീക്ഷണത്തിലാണ്. സ്വാമിജി പറഞ്ഞതുപോലെ ചിലപ്പോൾ ഒരു മിറാക്കിൾ സംഭവിക്കാം. എല്ലാം ഈശ്വരൻ രക്ഷിക്കട്ടെ. എന്താ മോൻ കരയുന്നേ? അച്ഛൻ ഇന്നും ധാരയുണ്ടത്ര. അച്ഛന്റെ കയ്യിലുള്ള കാശൊക്കെ കഴിഞ്ഞു. ഇപ്പം മോൻ എവിടേക്കാ? വീട്ടിൽ പോയി അമ്മയോട് ചോദിക്കാൻ പോവാ. അമ്മയുടെ കൈ കാശുണ്ടാവോ?
എന്താ ഒന്നും മിണ്ടാത്തത്? ചോദിച്ചത് കേട്ടില്ലേ? കാശുണ്ടോന്ന്? എനിക്കറിയില്ല. മോനെ ബില്ലിങ് തന്നെ. ചേച്ചി ഒരു വഴി കണ്ടിട്ടുണ്ട്. അച്ഛൻ വഴക്ക് പറഞ്ഞാലോ? അത് ഞാൻ നോക്കിക്കോളാം. മോൻ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലേ. അപ്പോ എന്നെ തോൽപ്പിക്കാനാണ് നിന്റെ ശ്രമം അല്ലേ? നിന്നെക്കുറിച്ച് ഒരുപാട് പരാതികൾ കിട്ടിയിട്ടുണ്ട് എനിക്ക്. അത് സ്വാഭാവികമല്ലേ സ്വാമിജി? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടുന്നത് എനിക്കിഷ്ടമല്ല, ആരായാലും. ചിലത് കാണുമ്പോ പ്രതികരിക്കാൻ തോന്നും. പിതൃഗുണവാ. പോട്ടെ, എനിക്കല്പം ധൃതിയുണ്ട്. എന്താ രാധിക, ഞാൻ പറയുന്നത് നീ അനുസരിക്കണം. ആദ്യ കാര്യം എന്താന്ന് വെച്ചാ പറ, എന്നിട്ട് തീരുമാനിക്കാം അനുസരിക്കണോ വേണ്ടയോ എന്ന്. ഈ സ്ഥാപനം കെട്ടിപ്പടുത്താൻ ഒരുപാട് കഷ്ടപ്പാടും വേദനകളും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അത് നീയായിട്ട് ആയുർവേദ ചികിത്സയിലൂടെ ഈ സമൂഹത്തിൽ ഒരു വിലയും നിലയും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് തകരാൻ ഞാൻ ആരെയും അനുവദിക്കില്ല, ആരെയും. വർഷങ്ങൾക്ക് മുമ്പ് ഇതേ സമൂഹത്തിന് മുൻപിൽ ചവച്ചെറിഞ്ഞ ഒരു ജീവനുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ സ്വാമിജിക്ക്? അല്ല, അച്ഛന്. രാധിക, ഞാൻ അവസാനമായിട്ട് പറയാ, നീ എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. നീ ഇവിടുന്ന് പോണം. പോവാം, പക്ഷേ അതിനു മുമ്പ് എന്നെ മകളായി അംഗീകരിക്കണം. സാധ്യമല്ല. എന്നെ സാധിക്കുന്നവരെ ഞാനിവിടെ കാണും. മോളെ, മോളെ, മോളെ. മോളെ, മോളെ, രാധികേ, മോളെ, മോളെ. എടോ, തനിക്കൊരു വിസിറ്റർ ഉണ്ട്. പഴയ പോലെ ആരെയും കാണാൻ അനുവദിക്കില്ല എന്നുണ്ടോ? ആ കുട്ടി എത്ര തവണ വന്ന് മടങ്ങിയതാ. ഒന്ന് കണ്ടൂന്ന് വെച്ച് ഒരു കുഴപ്പവും സംഭവിക്കാൻ പോണില്ല. താനൊന്ന് പോയി കാണാം. സ്വാമി, ഞാൻ പറഞ്ഞതല്ലേ അവിടുന്ന് ആരും എന്നെ കാണാൻ വരരുതെന്ന്. സ്വാമിക്ക് നാളെ വിടുതലെന്ന് തെരിഞ്ഞത് അതാക്കും. പറയ്. സ്വാമി ഇല്ലാതെ അങ്കെല്ലാം വെടിച്ചു പോച്ച്. ആരും അங்கே വരുന്നില്ല സ്വാമി. എന്തിനാ കരയുന്നേ? நான் எவ்வளவு மாட்டி சொல்ல வந்தேன். எனக்கு அது சொல்லாம இருக்க முடியல சுவாமி. നിനക്ക് എന്താ പറ്റിയേ? കാര്യം പറയ്. ராதி அக்காவோட சாவுக்கு காரணம் நீங்க அல்ல சுவாமி. നീ എന്തായി പറയണേ? എന്റെ ഈ കൈകൊണ്ടല്ലേ എന്റെ മോളെ. தப்பு சுவாமி, தப்பு. அந்த சேது மாதவன் தான். സേതുവോ? നീ എന്തായി പറയണേ? സത്യമാക്കും.
நான் அன்னைக்கு காட்டிலேருந்து கொஞ்சம் மருந்து சாமானம் கொண்டு வரும்போது സേതുമാധവാ, സ്വാമി, എവിടെയാവൻ? ഞങ്ങളോട് ക്ഷമിക്കണം സ്വാമി. അധികം സുഖമില്ലാതിരിക്കുക. ഇതുവരെ ഞാൻ ആരും ഉപദ്രവിച്ചിട്ടില്ല. എന്നോട് തന്നെ പകരം വീട്ടുകയായിരുന്നു ഞാൻ. പക്ഷെ സത്യമാണെന്ന് ബോധ്യപ്പെട്ടപ്പോ എന്റെ നിയന്ത്രണം വിട്ടുപോയി. വിളിക്കവനെ. ഞങ്ങളോട് മാറ്. എന്താന്ന് വെച്ചാ ചെയ്തു. വേദന പോലും അറിയില്ല എന്റെ സേതുവേട്ടന്. ഇനി ഒരു പിടിപ്പ് മാത്രമേ ഉള്ളൂ. അതും കൂടി നിർത്തി തന്ന എന്റെ സേതുവേട്ടൻ രക്ഷപ്പെടും. ഞാൻ അനുഭവിച്ചതിനേക്കാൾ ദൈവം ഇവനെ ശിക്ഷിച്ചു. ഈ മാംസപിണ്ഡത്തോട് ഇനി എന്ത് പ്രതികാരം?